ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നാണ് PV അൻവർ MLA പറയുന്നത്. 2 ദിവസമായി രാഹുലിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന് പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത 4ാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി. ഇനി പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് ഒഴിവാക്കി രാഹുൽ എന്ന് മാത്രമേ അദ്ദേഹത്തെ വിളിക്കുകയുള്ളൂ എന്നുകൂടിയാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. മോദിയുടെ ഏജന്റായി മാറിയിരിക്കുകയാണോ രാഹുൽ എന്ന ചോദ്യം കൂടിയാണ് PV അൻവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാന്ന് സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു 4ാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്ന് ഞാനല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ഈ സംശയം 2 കൊല്ലമായി തുടങ്ങിയിട്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സെലിമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചുറ്റിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ? അതിന്റെ പിന്നിൽ BJP ആണോ? ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന 7ാം കൂലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചവിടത്ത് ജനം ജയിപ്പിച്ചയച്ച BJPയെ പരാജയപ്പെടുത്തിയ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIM സൈബർ പോരാളികളുടെയൊക്കെ ഹീറോ കൂടി ആണ് PV അൻവർ എന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് 18 വളരെ കൃത്യമായി പറഞ്ഞു. അതായത് ഇടതുപക്ഷത്തിന്റെ പോർമുന അതിപ്പോൾ രാഹുലിന് നേരെ മാത്രമാണ് തിരിച്ചു വെച്ചിട്ടുള്ളത് എന്നത് അതിന്റെ പ്രതിഫലനവും തുടർച്ചയുമാണ് PV അൻവറിന്റെ വാക്കുകളിൽ കാണുന്നത്. സജിത്ത്, അങ്ങേയറ്റം മോശമായ പരാമർശം. ഒരുപക്ഷെ DNA പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അങ്ങേയറ്റത്തെ അധിക്ഷേപമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് ഇതിന്റെ പ്രത്യേകത. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം MV ജയരാജന്റെ പ്രസ്താവന നമ്മൾ കണ്ണൂരിൽ നിന്ന് കണ്ടതാണ്. കിങ്ങിണിക്കുട്ടൻ എന്ന പരാമർശം. ഇപ്പോൾ അതിലും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് PV അൻവർ രംഗത്ത് വരികയാണ്. വിനേഷ് കുമാർ നമുക്കൊപ്പം ഉണ്ട്. വിനേഷ്, ഈ അൻവറിന്റെ പരാമർശം എവിടെയായിരുന്നു? ഏതു വേദിയിലായിരുന്നു? ഏതു പശ്ചാത്തലത്തിലായിരുന്നു? അൻവർ എങ്ങനെയാണ് രാഹുലിനെ കടന്നാക്രമിച്ചത്? സജിത്ത്, അഭിലാഷ്, രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് PV അൻവർ പ്രതികരിച്ചത്. തികച്ചും ആക്ഷേപകരമായ രീതിയിൽ തന്നെ DNA പരിശോധിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പാലക്കാട് മണ്ഡലത്തിലെ എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു PV അൻവറിന്റെ പ്രസംഗം. ഇതാണ് കഴിഞ്ഞ ദിവസമാണ് ഇത് നടന്നത്. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ ഇനി മുതൽ താൻ രാഹുൽ ഗാന്ധി എന്ന് വിളിക്കില്ല, രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. കാരണം പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റിലായില്ല എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയെ തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നെഹ്റു കുടുംബത്തിന്റെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്നും PV അൻവർ പറയുന്നുണ്ട്. അതായത് ഇതിനൊരു വിമർശനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആക്ഷേപിച്ചുകൊണ്ട് വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി PV അൻവർ ഉപയോഗിക്കുന്ന അതേ ഭാഷ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ആൾ കൂടിയാണ് PV അൻവർ. അന്ന് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടിയിട്ടാണ് തനിക്ക് ഈ ഒരു തിരിച്ചടി ഉണ്ടായതെന്നും അല്ലെങ്കിൽ താൻ ജയിക്കുമായിരുന്നെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് PV അൻവർ പറഞ്ഞിരുന്നു.
പൊന്നാനിയിൽ പരാജയപ്പെട്ടാൽ താൻ ഈ പൊതുപ്രവർത്തനം തന്നെ നിർത്തും എന്ന് പറഞ്ഞൊരാൾ കൂടിയായിരുന്നു PV അൻവർ. അവിടെ പരാജയപ്പെട്ടതിന്റെ കാരണം രാഹുൽ ഗാന്ധിയാണ് എന്നൊക്കെ ഇടക്കാലത്ത് അദ്ദേഹം പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ എഴുതുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു വിമർശനത്തിന് പിന്നിൽ പിണറായിയെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിമർശിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കളുടെ എല്ലാം തന്നെ വിമർശനം പുറത്തു വന്നിരുന്നു. എന്നാൽ അൻവർ കുറച്ചുകൂടി കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്.